തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഇതാദ്യമായിട്ടല്ല ഈ ശുചീകരണത്തിൽ ഈ പുതിയ മാതൃക സൃഷ്ടിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ സൃഷ്ടിച്ച ഒരു മികച്ച മാതൃകയാണ്. ഏത് ആഘോഷം നടന്നാലും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നഗരം വൃത്തിയാക്കുക എന്നത്. ഇപ്പോൾ കേരളീയത്തിൻ്റെ സമയത്ത് നമ്മൾ കണ്ടതാണ്, ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പിരിഞ്ഞു പോയത് പാതിരാത്രിയോടടുപ്പിച്ചാണ്. പക്ഷേ നേരം പുലരുമ്പോഴേക്കും നഗരം പഴയതുപോലെ ആയിട്ടുണ്ടാവും. ആറ്റുകാൽ പൊങ്കാല ഇതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ വരുന്നതാണ്, നാട് നീളെ അടുപ്പ് കൂട്ടുന്നതാണ്. പക്ഷേ മണിക്കൂറുകൾ കൊണ്ട് നഗരം പഴയതുപോലെ വൃത്തിയാക്കും. ഇത് കേരളത്തിലാകെ ഉണ്ടായിട്ടുള്ളൊരു മാറ്റം, ആ മാറ്റത്തിൻ്റെ എല്ലാ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റത്തിൻ്റെ ഒരു ഉദാഹരണമാണ്. അത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് കാണാം, കേരളത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ഒരു പുതിയ അവബോധം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാനായി എന്നുള്ളതാണ്. ചട്ടം പാലിച്ചിട്ടുള്ള ഒരു ആഘോഷ പരിപാടികൾ തന്നെയായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷങ്ങളുടെ പ്രത്യേകത തന്നെ ഹരിത ഓണം എന്നതാണല്ലോ. മാവേലിയെ വൃത്തിയുടെ ചക്രവർത്തിയായിട്ടാണ് ഗവൺമെൻറ് അവതരിപ്പിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ലോഗോ, മാവേലിയെ വൃത്തിയുടെ ചക്രവർത്തി ആയിട്ടുള്ള ലോഗോ പ്രകാശനം ചെയ്തത്. അപ്പോൾ ഹരിത ഓണമാണ് ഇത്തവണ ആഘോഷിച്ചത്.